ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചനയും ഗോകുലും ഗൗരിമോളും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവിടേക്ക് ഇപ്പോൾ ചിപ്പിയെയും അവന്തികയെയും ഗൗരിമോൾ ക്ഷണിച്ചിട്ടുണ്ട്. അവർ അവിടെ ഇരുന്ന് ഇപ്പോൾ ആഹാരം കഴിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് വാരി കൊടുക്കുന്നുണ്ട് അർച്ചന. ഉടനെ തന്നെ അവന്തിക പറയുന്നുണ്ട് ഗോകുലിനും അർച്ചന വാരി കൊടുക്കുക എന്ന്. അങ്ങനെ അർച്ചനയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാരി കൊടുപ്പിക്കുകയാണ്. ഇത് ഫോട്ടോ എടുക്കുന്നുണ്ട് അവന്തിക. എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ഫോട്ടോയാണ് എന്നൊക്കെ. അവന്തിക അവരെ ഒന്നിപ്പിക്കാനാണ് നോക്കുന്നത്. എന്നാൽ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി എന്നുള്ള കാര്യം അവന്തികയ്ക്ക് അറിയില്ല. സച്ചിയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല സച്ചിക്ക്. ഇങ്ങനെ ചെയ്തിട്ട് അർച്ചനയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ വല്ലാതിരിക്കുന്നുണ്ട്. ഇത് കണ്ടവർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് കണ്ണിലെന്തോ പോയി, ഞാൻ മുഖം കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഇത് കണ്ട് സച്ചിയും ഇപ്പോൾ തൊട്ടു പുറകെ തന്നെ അർച്ചനയുടെ പുറകെ ചെല്ലുന്നു. അങ്ങനെ ഇപ്പോൾ മുഖം കഴുകുന്നുണ്ട് അർച്ചന. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയമാണ് കണ്ണാടിയിൽ കൂടി സച്ചി പുറകിൽ വന്ന് നിൽക്കുന്നത് കാണുന്നത്. ഇത് കണ്ടത് ഞെട്ടുന്നുണ്ട് അർച്ചന. സച്ചി ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്നു മുതൽ അവന്തികയുടെ വരുതിയിലായി പോയത്? നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തോർത്താ നീ അവന്തിക പറയുന്നതൊക്കെ ഒരു പാവയെ പോലെ ഇരുന്ന് അനുസരിക്കുന്നത്? നിന്റെ ഓർമ്മ പോയ കൂട്ടത്തിൽ നമ്മളോട് അവൾ ചെയ്തതെല്ലാം നീ മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. നീ അവരെ വിശ്വസിക്കരുത്. നിന്നെ അവരെല്ലാവരും കൂടി ഒരു വലിയ ചതിക്കുഴിയിൽ പെടുത്തിയിരിക്കുകയാണ്. അവർ പറയുന്നതൊന്നുമല്ല സത്യം. അയാൾ നിന്റെ ഭർത്താവല്ല. ഈ കഴുത്തിൽ കിടക്കുന്ന താലി അത് ഞാൻ കെട്ടിയതാണ് എന്ന് പറഞ്ഞ് അർച്ചനയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് സച്ചി പറയുന്നു. അങ്ങനെ ഇപ്പോൾ താലി എടുക്കുന്നത് പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സച്ചിയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് അർച്ചന. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു, എനിക്കെല്ലാം അറിയാം സച്ചിയേട്ടാ എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത്. എന്തീ കാണിക്കുന്നത് വീട് എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ നിന്നും മാല പിടിച്ച് മേടിക്കുന്നുണ്ട് അർച്ചന. നിങ്ങളെന്തിനാ എല്ലായിടത്തും വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അർച്ചന നീ എവിടെ പോയാലും ഞാൻ വരും. ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ വരാതിരിക്കില്ല. നീ എൻ്റേതാണ് എന്ന് പറയുമ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ്റെ അടുത്തേക്ക് വരാൻ എൻ്റെ മനസ്സ് വെമ്പുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എല്ലാം അവസാനിപ്പിച്ച് നീ ഈ നിമിഷം എൻ്റെ അരികിലേക്ക് വാ എന്ന് സച്ചി പറയുമ്പോൾ, എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ വരും. അവന്തിക ഇതൊന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ ആദ്യം സച്ചിയേട്ടനെ അവൾ ദ്രോഹിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. ഈ സമയം സച്ചി പറയുന്നുണ്ട്, നീ എൻ്റെ ഭാര്യയാണ് അർച്ചന, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഈ നിമിഷം നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നു. ഇത് കണ്ട് അർച്ചന പറയുന്നുണ്ട്, നിങ്ങളെന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ഭാര്യയെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാകും. അതും പറഞ്ഞ് ഒരാളുടെ പിറകെ നടന്ന് എന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന അർച്ചന ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ സമൃദ്ധയാണ്, ഗോകുൽ രാജിൻ്റെ ഭാര്യ. നിങ്ങളും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നൊക്കെ അർച്ചന ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, നീ പറഞ്ഞാൽ ഉടനെ ഇല്ലാതാകുന്നതല്ല ഈ ബന്ധം. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, ഇനിയും ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, എങ്കിൽ പോലീസിനെ വിളിക്ക്. നിൻ്റെ അമ്മയും അനിയത്തിയും സഹോദരങ്ങളും എല്ലാം എൻ്റെ കൂടെയുണ്ട്. അവരുടെ എല്ലാം മുന്നിൽ നിർത്തി നീ ആരാണെന്ന് ഞാൻ പറയും. ഞാൻ തെളിയിച്ചോളാം നീ ആരാണെന്ന് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ അർച്ചന വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക പ്ലീസ് എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്നുണ്ട് സച്ചി. ഇത് കേട്ട് അർച്ചന പറയുന്നു, എനിക്ക് ആരെയും കാണണ്ട. ഇനിയും എൻ്റെ പിന്നാലെ നടന്നാൽ ഞാൻ ബഹളം വയ്ക്കും. ദൈവത്തെ ഓർത്ത് എൻ്റെ മനസ്സമാധാനം കെടുത്തരുത്. ഇനിയും ഇങ്ങനെ എൻ്റെ പുറകെ നടന്ന് ബഹളം ഉണ്ടാക്കാനാണ് എങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എൻ്റെ മരണമായിരിക്കും. അതിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദിയെ എന്നും അർച്ചന പറയുന്നു. എന്നൊക്കെ പറയുന്നത് കേട്ട് ഇപ്പോൾ സച്ചിക്ക് ആകെ വിഷമമാകുന്നുണ്ട്. നിന്ന് കരയുകയാണ് സച്ചി. ഈശ്വര, ഞാൻ എന്ത് ദുഷ്ടതരങ്ങൾ എൻ്റെ സച്ചിയേട്ടനോട് പറഞ്ഞത് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. എന്നിട്ട് സച്ചി കരയുന്നത് ഇങ്ങനെ വളരെയധികം സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. അർച്ചനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. എന്നോട് ക്ഷമിക്കും സച്ചിയേട്ടാ, ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എൻ്റെ മുന്നിൽ. അവന്തിക കാണുന്നതിന് മുൻപേ സച്ചിയേട്ടൻ ഇവിടുന്ന് പോയേ പറ്റൂ എന്നും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. മരിക്കേണ്ടത് നീയല്ല, ഞാനാണ്. നിന്നെ നഷ്ടപ്പെടുന്ന ദിവസം എൻ്റെ മരണമാണെന്ന് ഞാൻ സ്വയം കരുതിയതാണ്. ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്ന പ്രതീക്ഷ ഇപ്പോൾ അവസാനിക്കുകയാണ്. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നിൻ്റെ മനസ്സിൽ ഞാനില്ല. ഇപ്പോൾ എനിക്കത് ബോധ്യമായി. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഞാൻ വരില്ല എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ടിറങ്ങി പോകുന്നു. സച്ചി പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട് അർച്ചന. എന്നിട്ട് വളരെയധികം ടെൻഷനോടെ തന്നെ സച്ചിയുടെ പുറകെ ഓടി ചെല്ലുന്നു. അപ്പോഴേക്കും സച്ചി കാർ എടുക്കാനായി ഒരുങ്ങുകയായിരുന്നു. സച്ചിയേട്ട എന്ന് അർച്ചന വിളിക്കുന്നുണ്ട്. എന്നാൽ സച്ചി അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാറും എടുത്ത് സച്ചി പോവുകയാണ്. അർച്ചന അവിടെ നിന്ന് കരയുന്നുണ്ട്. ഈ സമയം അവധിക്ക് ഇപ്പോൾ അർച്ചനയെ നോക്കാനായി അവിടേക്ക് വന്നിട്ടുണ്ട്.
അവന്തിക അവിടെ നിന്ന് സമൃദ്ധ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഉടനെ തന്നെ അർച്ചന ഒന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ കണ്ണീര് തുടച്ചിട്ട് അവന്തികയെ തിരിഞ്ഞു നോക്കുന്നു. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ അവന്തിക ചോദിക്കുന്നുണ്ട്. നീ ആരെയും നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, പരിചയമുള്ള ഒരാളെ കണ്ടതുപോലെ തോന്നി, അത് നോക്കിയതാണ് എന്ന് അർച്ചന പറയുന്നു. എന്നിട്ട് വാ എന്ന് അവന്തികയെ വിളിച്ചിട്ട് അർച്ചന ഇപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെ സങ്കടത്തോടെ സച്ചി ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അർച്ചന ഗൗലിന് ആഹാരം വാരിക്കൊടുത്തതും അർച്ചനയോട് ഇപ്പോൾ സച്ചി സംസാരിച്ചതും അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വളരെയധികം സങ്കടത്തോടെ കാർ ഓടിച്ച് പോവുകയാണ് സച്ചി. ഇത്രയും നാൾ എൻ്റെ അർച്ചന എങ്ങനെ കണ്ടുപിടിക്കുമെന്നോർത്താണ് ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് എന്നെ ഓർമ്മയില്ല, എൻ്റെ കുഞ്ഞിനും അറിയില്ല ഞാനാണ് അവളുടെ അച്ഛനെന്ന്. ഇങ്ങനെയൊരു ജീവിതത്തേക്കാൾ ഭേദം മരണമാണ്. അവസാനിപ്പിക്കണം, ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് വളരെയധികം സ്പീഡിൽ തന്നെ കാർ ഓടിച്ച് പോവുകയാണ് സച്ചി. ഈ സമയമാണ് ഇപ്പോൾ ആരതി സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്നാൽ സച്ചി വളരെയധികം ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല, ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ്. ഈ സച്ചി ഇത് എവിടെ പോയി കിടക്കുന്നത്? ഇയാൾക്കൊന്ന് ഫോൺ എടുത്തുകൂടെ? വാശിയാണെങ്കിൽ എനിക്കും വാശിയാണ്, എടുക്കുന്നത് വരെ വിളിക്കുമെന്ന് ആരതി വിചാരിക്കുകയും വീണ്ടും സച്ചിയെ വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ സച്ചി ഇപ്പോൾ ഒരു വണ്ടി സൈഡിലേക്ക് നിർത്തിയിട്ട് ഫോൺ എടുക്കുകയാണ്. സച്ചി എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തത്? സച്ചി ഇപ്പോൾ എവിടെയാ എന്ന് ആരതി ചോദിക്കുന്നുണ്ട്. എന്നാൽ സച്ചി ഒന്നിനും തന്നെ മറുപടി പറയുന്നില്ല. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്, സച്ചി എത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആരതി. ഇല്ല, എനിക്ക് എത്താൻ പറ്റില്ല, ഞാൻ കുറച്ച് ദൂരെയാണ് എന്ന് സച്ചി പറയുമ്പോൾ ആരതി ചോദിക്കുന്നുണ്ട്, സച്ചി എപ്പോൾ വരും? ഒരു കാര്യം ചെയ്യാം, സച്ചി വരുന്നത് വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്നും ആരതി പറയുന്നു. ഉടനെ സച്ചി പറയുന്നുണ്ട്, വേണ്ട, ആരും എന്നെ കാത്തിരിക്കേണ്ട, ഞാൻ ഇനി വരില്ല, ഇന്നെന്നല്ല ഇനി ഒരിക്കലും ഞാൻ വരില്ല, സച്ചി തീർന്നു എന്നൊക്കെ ഇങ്ങനെ ആരതിയോട് പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞു സച്ചി ഫോൺ കട്ട് ചെയ്യുന്നു. ഇത്രയും നാൾ സംസാരിച്ചതുപോലെ അല്ലല്ലോ സച്ചി ഇന്ന് സംസാരിച്ചത്, എൻ്റെ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആരതി. എന്നിട്ട് വീണ്ടും സച്ചിയെ വിളിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചി വണ്ടിയും എടുത്ത് പോവുകയാണ്. ഇതേ സമയം തന്നെ ഗൗരിമോൾ ഇപ്പോൾ ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് ഒരു നൈറ്റ് ഡ്രൈവിന് പോകണം, എന്താ ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ പോയേക്കാം എന്ന് ഗോകുലും പറയുന്നു. അർച്ചനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓർത്ത് വളരെയധികം സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഇത് കണ്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട്, എന്താണോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഫുഡിന് എന്താണോ ഒരു ടേസ്റ്റ് ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൂഗിൾ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്തോ എനിക്ക് കഴിക്കാൻ ഇവിടുത്തെ നല്ല ഫുഡാണല്ലോ, ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് ഇവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുമ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം തകർത്തിട്ട് എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നെയും എൻ്റെ നെല്ലിശ്ശേരി കുടുംബത്തിനെയും തകർത്ത് എന്നെയും എൻ്റെ സച്ചിയേട്ടനെയും തകർത്ത് ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കിയാൽ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. എന്നിട്ട് അവന്തികയുടെ കരണത്ത് ആ കഴിച്ച കൈകൊണ്ട് തന്നെ ഒരു അടി കൊടുക്കുന്നു. എന്നിട്ട് വളരെയധികം ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അർച്ചന അവന്തികയെ. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവന്തികയും. എന്നാൽ അവന്തികയെ തല്ലുന്നത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചതായിരുന്നു അർച്ചന. ഇത് കണ്ട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, താൻ എന്താ ഈ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അർച്ചന. തനിക്ക് മതിയായെങ്കിൽ കൈ കഴുകിക്കോളൂ എന്ന് ഗൂഗിളും പറയുന്നു. എന്നാൽ എഴുന്നേറ്റ് പോകുന്ന വഴി തന്നെ അവിടെ ഇരുന്ന ഒരു കറി തട്ടി താഴോട്ട് ഇടുന്നുണ്ട് അർച്ചന. അതെല്ലാം മറിഞ്ഞ് ഇപ്പോൾ അവന്തികയുടെ സാരിയിലേക്കാണ് വീണിരിക്കുന്നത്. നീ എന്തായി കാണിച്ചത്? എൻ്റെ സാരി മുഴുവൻ ഈ കറിയായല്ലോ എന്നൊക്കെ ദേഷ്യത്തോട് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സോറി അവന്തിക, അറിയാതെ പറ്റിപ്പോയതാണ്. അവന്തിക ഞാൻ തന്നെ കഴുകിത്തരാമെന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അർച്ചന. ഉടനെ അവന്തിക പറയുന്നുണ്ട്, വേണ്ട, ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്നിങ്ങനെ അവന്തിക പറയുമ്പോൾ ചിപ്പിയെയും വിളിക്കുന്നു. അപ്പോൾ ചിപ്പി പറയുന്നുണ്ട്, വേണ്ട, അമ്മ പോയിക്കോളൂ, ഞാൻ ഇവരുടെ കൂടെ വന്നോളാം. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, വേണ്ടാതെ അവർക്കൊരു ബുദ്ധിമുട്ടാകുമെന്ന്. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്, ഒരു കുഴപ്പവുമില്ല. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ടെങ്കിൽ ശരി, എന്തായാലും ഒരു അബദ്ധം പറ്റിയതല്ലേ, ശരി എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുമ്പോൾ, എനിക്ക് അബദ്ധം പറ്റിയതല്ലടി, മനഃപൂർവ്വം ചെയ്തതാണ്. ഇതെല്ലാത്തിൻ്റെ തുടക്കം അവന്തികയും അർച്ചനയും തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണിപ്പോൾ അർച്ചന. ഈ സമയം ഇപ്പോൾ സച്ചി ബീച്ചിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിടുന്നു. ശേഷം വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഇങ്ങനെ അർച്ചന പറഞ്ഞതിനെ പറ്റി തന്നെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് സച്ചി. ഇതേ സമയം തന്നെ ആരതി സച്ചിയെ വിളിക്കുന്നുണ്ട്. വളരെയധികം ടെൻഷനോടെ ഒരു സമാധാനം കിട്ടുന്നില്ല ആരതിക്ക്. എന്നാൽ സച്ചി ഫോൺ വണ്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്, ഫോൺ കയ്യിലെടുത്തിട്ടില്ല. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അർച്ചന ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. അവൾ പൂർണ്ണമായും എന്നെ മറന്നിരിക്കുന്നു. ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അവൾ എന്നെ മറക്കുന്ന നിമിഷമേ എൻ്റെ മരണമാണെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാണ്. അത് ഞാൻ നടപ്പിലാക്കാൻ പോവുകയാണ്. ഇത്രയും നാളും നീ എന്നെ കൊണ്ടു നടന്നു,
എൻ്റെ മരണത്തിനും ഇനി നീ മാത്രമാണ് സാക്ഷി എന്നൊക്കെ ഇങ്ങനെ കാറിനോട് സംസാരിക്കുകയാണ് സച്ചി. എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ കമലയാണ് കാണിക്കുന്നത്. കമല ആരതിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ, സച്ചിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എവിടെയാണെന്ന് മോൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഞാൻ രാവിലെ കണ്ടിരുന്നു, പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആരതി പറയുമ്പോൾ കമല പറയുകയാണ്, അവൻ കുറച്ച് നാളായിട്ട് എന്തോ ഒരു വിഷമത്തിലാണ്, അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ. അവൻ്റെ കാര്യം പറയാൻ എനിക്ക് മോളല്ലാതെ മറ്റാരുമില്ല, മോളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ്റെ ജീവിതം തീർന്നേനെ എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നു. അവൻ വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയണേ എന്ന് കമല പറയുന്നുണ്ട്. ഉടനെ ആരതി പറയുന്നുണ്ട്, ഞാൻ പറയാം അമ്മേ, സച്ചിയെ വിളിച്ച് കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ അമ്മയെ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആരതി ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെയധികം ടെൻഷനോടെ വീണ്ടും ആരതി സച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.